കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് മലകയറ്റത്തിനിടെ 55 തീർത്ഥാടകരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇതൊഴിവാക്കാനാണ് സർക്കാർ തീർത്ഥാടന പാതയിലുള്ള ഓക്സിജൻ പാർലറുകളിൽ ഓരോ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ഇത്തരത്തിൽ 20 എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റുകളാണ് ഒരുക്കിയത്. ഒരു ഡോക്ടറും 2 വോളണ്ടിയർമാരും ഉൾപ്പെടുന്നതായിരുന്നു ഓരോ യൂണിറ്റും. ഇവിടെ സേവനമനുഷ്ഠിക്കേണ്ട ഡോക്ടർമാർക്കടക്കം സർക്കാർ പരിശീലനവും നൽകിയിരുന്നു. മലകയറ്റത്തിനിടെ കുഴഞ്ഞു വീഴുന്നവർക്ക് പ്രാഥമിക ചികിത്സ നൽകി തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പദ്ധതിയുടെ ഉദ്ദേശം. എന്നാൽ പദ്ധതിയുടെ ഭാഗമായി പമ്പയിലെത്തി 20ഓളം ഹൗസ് സർജന്മാർ തങ്ങൾക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് തിരികെ പോവുകയായിരുന്നു. ഇതിനുശേഷം മലകയറ്റത്തിനിടെ 9 തീർത്ഥാടകരാണ് മരണപ്പെട്ടത്. എമർജൻസി സെൻ്ററുകളിൽ ഡോക്ടർമാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 9 ജീവനുകളും രക്ഷിക്കാമായിരുന്നു. ഉൾക്കാട്ടിൽ ജോലി ചെയ്യാൻ തങ്ങളുടെ അസോസിയേഷൻ തീരുമാനമില്ലെന്നാണ് ഡോക്ടർമാരുടെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാട്. ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട ആരോഗ്യവകുപ്പാകട്ടെ ഒന്നും മിണ്ടുന്നുമില്ല. ഡോക്ടർമാരുടെ നിലപാടിനെതിരെ തീർത്ഥാടകർക്കിടയിലും പ്രതിഷേധമുണ്ട്. ഇതോടെ തീർത്ഥാടന കാലം അവസാനിക്കുമ്പോഴേക്കും ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം മരണപ്പെടുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.